അടുത്തതായിട്ട് സ്കിറ്റുമായിട്ട് വേദിയിലേക്ക് എത്തുന്ന ടീമാണ് ടീം 4 സ്റ്റാർസ്. ഹലോ ഹലോ പറഞ്ഞോ കല്യാണം നടക്കൂലേ? പെണ്ണിന്റെ അച്ഛൻ മരിച്ചെന്നാ? എടാ ഏതെങ്കിലും വേട്ടാവളിയെ പിടിച്ച് പെണ്ണിന്റെ അച്ഛനാക്ക്, എന്നിട്ട് കല്യാണം അങ്ങ് നടത്ത്. എടാ ബ്രോക്കർ ഫീ ഞാൻ തിരിച്ചു തരുമല്ലോ, നിങ്ങൾ എങ്ങനെ നടത്താൻ നോക്ക്. ശരി, കല്യാണം നടത്താൻ പറഞ്ഞ പാട്. കൃഷ്ണപിള്ള അദ്ദേഹം നിന്റെ അച്ഛൻ അല്ല പിന്നെ എന്റെ അച്ഛന്റെ പേര് കൃഷ്ണപിള്ള എന്നല്ലേ? ആടാ പഴയ പേര് വിളിച്ചത്. ആടാ പഴയ പേര് വിളിച്ചത്. നിങ്ങളെ പേര് കൃഷ്ണപിള്ള എന്നല്ലേ? അത് മെനഞ്ഞാന്ന് ഉച്ചവരെ ഉച്ചകേശന്റെ പേരങ്ങ് മാറ്റി. എന്തിന്? എടാ നമ്മൾ പെണ്ണ് കാണുമ്പോൾ പെണ്ണ് ചോദിച്ചു എന്താ പേര്, കിട്ടാവില്ല കുഞ്ഞു കറുപ്പ്. അത് പെണ്ണ് പറഞ്ഞാൽ കളഞ്ഞിട്ട് പോകും. അതുകൊണ്ട് എന്റെ പേരൊന്ന് ഞാൻ ഫ്രീക്കനാക്കി. ഇപ്പത്തെ പേരെന്താ? ബിബീഷ്. കബീഷ്. അതാണ് ഈ മുഖത്തിന് ചോദിച്ച പേര്. 10,000 രൂപ. അതെങ്ങനെ 10,000 രൂപ? എന്റെ ബ്രോക്കർ ഫീ 20,000 രൂപയല്ലേ? എന്നെ കളിയാക്കില്ലടാ. അത് ഞാൻ 10,000 രൂപ കട്ട് ചെയ്യും. ബിബീഷ് കെ, അതാണ് സാറിന് ചോദിച്ച പേര്. കെ എന്ന് പറയുന്നത് ഈ കബീഷിന്റെ കെ ആണ്. ബിബീഷ് കിടിലം കെ. കിടിലം. ഇവിടെ ഞാൻ കിടിലോടെ. പിന്നല്ലാതെ സൂപ്പർ. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ല ഞാൻ വീണ്ടും ഒരു കല്യാണത്തിന് തയ്യാറെടുക്കും. ഞാൻ പോണ്. നീ എവിടെ പോണ്? നിങ്ങൾക്ക് താല്പര്യമില്ലെന്നല്ല പറഞ്ഞു. താല്പര്യമുണ്ട്. അമ്മച്ചിയുടെ താല്പര്യമുണ്ട്. കേട്ടോ വാ, നിനക്കറിയാലോ എന്റെ രാധാമണി എന്നെ വിട്ട് പോയതിനു ശേഷം മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ എന്നെ വരെ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ നിങ്ങൾ രണ്ടാമത് കെട്ടിയതാ? ലീലാമണിയെ കാണുന്നത് വരെ. അതാരെ ലീലാമണി? രാധാമണിയുടെ അനിയത്തി. പക്ഷെ അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ ആ ലീലാമണി ഈശ്വരൻ വിളിച്ചോണ്ട് പോയടാ. എന്റെ പൊന്ന് ബിബീഷ് കെ, ഈശ്വരൻ നല്ലവരൊക്കെ നേരത്തെ പിടിക്കാൻ എനിക്ക് അറിയേണ്ട കാര്യം എന്തുവാ? നീ ഇത് ഏത് ഈശ്വരന്റെ കാര്യമാടാ പറയുന്നത്? കിഴങ്ങ ഈശ്വരൻ. ആ ഈശ്വരനല്ല, ചായക്കടത്തിൽ ഈശ്വര പിള്ള. അവൻ്റെ ഇറങ്ങി ഓടിയെന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു എന്റെ രാധാമണിയുടെ സ്ഥാനത്ത് ഇനി ആരെയും കിട്ടൂലേ? ആര് വേണമെങ്കിലും പ്രതിഷ്ഠിക്കാം. അങ്ങനെ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ന് പെണ്ണ് കാണാൻ പോണ പെണ്ണിന്റെ ഫോട്ടോ വാട്സാപ്പിൽ അയച്ചായിരുന്നു. കിട്ടിയായിരുന്നോ? കിട്ടിയുടെ എന്തോന്ന് ഫോട്ടോ? അതല്ല ഞാൻ അയച്ചത്. സൂപ്പർ ഫോട്ടോ. പൊന്നളിയ ഞാൻ ഇന്നലെ രാത്രി ഫോട്ടോ കണ്ടോണ്ടിരുന്ന വെളുക്കുന്നത് വരെ ഫോട്ടോ നോക്കിണ്ട്. അപ്പൊ കട്ടപ്പുളു ഈ മുഖം എങ്ങനെ വെളുക്കാൻ? എടാ കിഴങ്ങ അതല്ല പറഞ്ഞത്. നേരം വെളുക്കുന്നവരെ ഫോട്ടോ ഞാൻ കണ്ടോണ്ടിരുന്നടാ. സത്യം ആ ഫോട്ടോ കണ്ടോണ്ടിരുന്നപ്പോ എന്താ അടി മാണിച്ചെന്ന് ഒരുമാതിരി ഒരു കിടുകിടുപ്പും വെപ്രാളവും ആക്രാന്തവും മറ്റേ അനാശാസ്യവും അതൊരു ഫ്ലോയിൽ കയറി വന്ന് അതിൽ പിടിച്ച് തൂങ്ങാതെ ഞാൻ പറയുന്നേക്ക്. പക്ഷെ എനിക്ക് ചെറിയ ഡൗട്ട്, പെണ്ണ് മോഡേനാണല്ലോ? അല്ല നാടേണ. അല്ല മോഡേനാണ്. നാടേണാണെന്ന്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ചെറുക്കൻ അയച്ചു കൊടുക്കും. നിങ്ങൾക്ക് തെറ്റി. വേറെ ഫോട്ടോ ആയിരിക്കും. സത്യം ആ ഫോട്ടോ അയച്ചു. ആ ഫോട്ടോ ആണ് ഞാൻ അയച്ചത്. തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നോക്കല്ലേ? അയ്യോ നോക്കി നോക്കട്ടെ. ഞാൻ പോലെ നോക്കിയാൽ ഞാൻ അയച്ച ഫോട്ടോ ആണോ നോക്കട്ടെ. ഉണ്ടോ? സൂപ്പർ ഫോട്ടോ. ഓ ഇത് തന്നെ സൂപ്പർ അടിപൊളി. ഇത് ഏതൻ തോട്ടത്തിലെ രേഷ്മ. ഇതാ രേഷ്മ? അല്ലാതെ അപ്പൊ പിന്നെ ഇതായിരിക്കും മറിയ, ഇത് സജിനി, ഇത് രോഷ്നി, ഇത് സിന്ധു, ഇത് എന്റെ പൊന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള തങ്കമണി ചേച്ചി. 32 GB നിറച്ചു വെച്ചേക്കാണല്ലേ ഫോൺ. ഇതൊക്കെ എങ്ങനെ എന്റെ ഫോണിൽ വന്ന്? അതാണ് എനിക്ക് അറിയട്ടെ എങ്ങനെ വന്ന്. എടാ ഇപ്പല്ലേ മനസ്സിലായത്. എടാ നമുക്ക് ഈ സാമൂഹ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ 1-2 ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ അങ്ങനെ അറിയാതെ കാര്യം വന്നത്. ഏതാണ് ആ ഗ്രൂപ്പ്? ഇക്കിളിക്കൂട്ടം, പിന്നെ വേറെ കോഴിക്കട ധ്യാന കേന്ദ്രം. പിന്നെ ഇന്ന് രാവിലെ ഒരു ചെറുകന്റെ ഒരു പുതിയൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യണേ. അതേ ഗ്രൂപ്പ് എണ്ണത്തോണി. സൂപ്പർ. മിക്കവാറും എണ്ണത്തോണി കിടത്തേണ്ടി വരും. അതങ്ങനെയാണ് ഈ പരിവം. ഇപ്പൊ നീ കിടത്തിക്കോ, അല്ലാതെ കേളത്തണ്ട. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. ഞാൻ പറഞ്ഞില്ലേ വീണ്ടും ഒരു കല്യാണം കഴിയുന്നു. ഞാൻ പറയുന്നേക്ക്, എന്റെ കൊച്ചിന് ഒരു അമ്മയുടെ സ്നേഹം വേണോടാ. വാത്സല്യം വേണം. അവനല്ലോ എന്റെ രാധമണി പോയിട്ട് എത്ര കാലമായി. അമ്മ ഇല്ലാത്ത കൊച്ചില്ലടാ. അവനെ എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കും. അമ്മയുടെ സ്നേഹം വേണം. അതിനു വേണ്ടി മാത്രമാണ്. നിങ്ങളെ പിള്ളേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മനസ്സിലായി? ഞാൻ അവന്റെ ഫോട്ടോ പോലെ കാണിച്ചു കൊടുത്തു. ഞാൻ പെണ്ണ് കാണാൻ പോണ കാര്യം അവൻ ഇതുവരെ അറിഞ്ഞില്ലേ? അതൊരു സസ്പെൻസ് ആയിട്ട് വെച്ചു. കാരണം ഫോട്ടോ കണ്ട് ഞാൻ ഇപ്പൊ തന്നെ എനിക്ക് ഈ അമ്മയെ തന്നെ വേണം വാശി പിടിച്ചിക്കാരെ അവിടെ പോയിട്ട് കാണിച്ചു കൊടുത്താൽ കാണിച്ചു കൊടുക്കുക. മനസ്സിലായി? നീ എന്റെ പിള്ളേ കണ്ടിട്ടില്ല? ഞാൻ വിളിക്കാം. രാവിലെ എവിടെ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ചെറുക്കൻ. ഞാൻ വിളിക്കാം. അല്ല ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. കുട്ടാ കൊച്ചിന് വല്ല വാങ്ങിച്ചു. കുട്ടപ്പാ ഒരു മുട്ടായ 5-ന്റെ മഞ്ചെങ്കിലും. മക്കളെ പാപ്പുലു ബുക്കിലി മക്കളെ വാവേ. ഇതാര്? ഇതാണ് എന്റെ പാപ്പുലു. ഇതാണോ പിള്ള? എന്താ മക്കളെ? ഓ പാല് കുടിച്ചായിരുന്ന? കുടിച്ച്. പാപ്പ തിന്ന്. അച്ഛൻ ഇന്നലെ വാങ്ങിച്ച കിൻഡർ ജോയ് എവിടെ? ഞാൻ കഴിച്ചാ. അപ്പൊ കളിപ്പാട്ട് എന്ത് ചെയ്ത്? സൂക്ഷിച്ച് കളഞ്ഞ അടിയാണ്. മക്കളെ ഇങ്ങോട്ട് വാ. അച്ഛൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് അച്ഛൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോകണം കേട്ടോ. ഞാൻ ഇന്ന് വരൂല. ഇന്ന് പോണം. അച്ഛൻ്റെ കൂടെ ഒരു സ്ഥലം പോകണം. എനിക്ക് മ്യൂസിയം കാണാൻ പോണം.
എടാ മ്യൂസിയത്തിൽ കഴിഞ്ഞ ആഴ്ച പോയതല്ലേ? ഇവിടെ പുതിയ കുരങ്ങനെ കൊണ്ടുവന്നു. അച്ഛൻ ഇവിടെ ഉള്ളപ്പോഴാ. വേറെ കുരങ്ങ? അതല്ല പറഞ്ഞത്, അച്ഛനും കൂടെ വരാം. പക്ഷെ ഇന്നല്ല, നാളെ. ഇന്ന് നമുക്ക് എനിക്ക് ഇന്ന് തന്നെ പോകണം. ഇന്ന് നമുക്ക് വേറെ സ്ഥലത്ത് പോകണം. സുമേഷിന്റെ ഒക്കെ പറഞ്ഞു വെച്ചെങ്കിൽ ഞാൻ പോകുന്നു. എടാ ഇന്നൊരു പെണ്ണ് കാണാൻ പോകണമെന്ന്. എനിക്ക് എന്തിന് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇന്ന് നമുക്കൊരു പെണ്ണ് കാണാൻ വേണ്ടി പോകണം കേട്ടോ. അച്ഛൻ്റെ ഒരു കാര്യം അടിക്കാതെ ഇതാണ്, പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ അങ്ങ് തീരുമാനിച്ചളയും. മക്കളെ അത് തന്നെ, മക്കൾ ഇങ്ങോട്ടോ. മക്കൾ സംബന്ധം തന്നെയല്ല കേട്ടോ. മക്കൾ അറിയാലോ, നമ്മളെ വീട്ടിലൊരു പെണ്ണില്ലാത്തതുകൊണ്ട് നാട്ടിലുള്ള ആൾക്കാരെല്ലാം 500 ആണെന്നാണ് എന്നെ വിളിക്കുന്നത്. അത് വേറെയാണ് വിളിക്കുന്നത്, അച്ഛൻ കേൾക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ആ പേരങ്ങ് മാറ്റണം. മാറ്റണം. ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ല. ഒരു പെണ്ണ് കെട്ടിയാലല്ലേ ഒരു ഉത്തരവാദിത്തമൊക്കെ വരും. അതുകൊണ്ട് ഞാനങ്ങ് തീരുമാനിച്ചു, ഒരു പെണ്ണ് നിലവളക്കം പിടിച്ച് വലത് കാല് വെച്ച് ഈ വീട്ടിൽ കയറി വന്നാലേ ഈ കുടുംബത്തിനൊരു ഐശ്വര്യമുണ്ട്. അപ്പൊ ഞാനതങ്ങ് ഉറപ്പിച്ചു. നമ്മൾ ഇന്ന് പെണ്ണ് കാണാൻ പോവുകയാണ് കേട്ടോ. അച്ഛന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഓക്കെ മക്കളെ, ഞാനായിട്ട് ഇനി ഒന്നിനും എതിര് നിൽക്കുന്നില്ല. നീ എതിര് നിൽക്കരുത്. ഇല്ല, അതാണ് എന്റെ പിന്നാരെ പിള്ള. ഇങ്ങോട്ട് മക്കളെ ഒരു കാര്യം ചെയ്യും, നമുക്ക് പോണം. ആ മക്കളെ ഇത് മതി, ഇത് സൂപ്പർ ഡ്രസ്, ഇത് മതി. അച്ഛൻ അകത്ത് പോയിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരനായിട്ട് വരാം കേട്ടോ. സമയമില്ല, പെട്ടെന്ന് പോയിട്ട് വാ. മക്കളെ മാമന്റെ പുറത്ത് ഇരുന്ന് ആന കളിച്ചോ, ഡ്രസ് ചെയ്തിട്ട് വരാം. ഇങ്ങോട്ട് കയറി ആന കളിക്കും. എന്റെ പെണ്ണെ, സുന്ദരി പെണ്ണെ കെട്ട് ഞാൻ, നിന്റെ ഷട്ടിലെ ബട്ടൺസ് ആയിക്കോട്ടെ ഞാൻ. തെലുങ്ക് സിനിമയിലെ മലയാളം പാട്ടൊക്കെ എന്ത് രസം. ഹേയ് മാമ. മാമ നിന്റെ ആണോ? നിന്റെ മാമേ മുടിയില്ലെന്നേ ഉള്ളൂ. നിന്നെ കടി 2 വയസ്സിന് ഇളയതാണ് ഞാൻ. മാമ അവന്റെ. ശരി ബ്രോക്കർ. ബ്രോ, കോൾ മീ ബ്രോ. ബ്രോ. അതെ, ഈ പെണ്ണിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെ? 5 ഏക്കർ തെങ്ങും പുരയിടം, റോഡ് സൈഡിൽ വീട് പോരെ. ഞാൻ അതല്ല ചോദിച്ചത്. പെണ്ണിന്റെ ബാക്ക്ഗ്രൗണ്ട്. പോടാ പോടാ പോടാ. നിന്റെ അച്ഛൻ പോലും എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടില്ല. പോടാ. എന്തിനാണ് ഇവിടെ ഒരു ബഹളം? ഭയങ്കര തമാശ പറയാണ്. നല്ല മോൻ. അങ്ങനെയല്ലേ ഞാൻ വളർത്തിയേക്കുന്നത്. വളർത്തി വച്ചേക്കണം എന്ന് വേണം പറയാൻ. കണ്ണു വെക്കല്ലേ എന്റെ പിള്ളേ മക്കളെ. പിന്നെ ഡ്രസ്സ് മാറി വരാന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ഡ്രസ്സ് പ്രതീക്ഷിച്ചില്ല. ഇതിട്ടോണ്ട് പോയാ പെണ്ണിറങ്ങി ഓടുന്നു. എടാ കിഴങ്ങേ, മുണ്ട് പുറത്ത് അശൽ ഉണക്കായിട്ട് ഇവനെ കൂടെ വിളിച്ചോണ്ട് പോകും. ഇവനെ മാമ. മാമൻ നിന്റെ ബ്രോ. ബ്രോ. പിന്നെ പെണ്ണിന് സഹോദരിമാരെങ്കിലും ഉണ്ടോ? അതെന്തിന്? അത് കൊള്ളാൻ നോക്കിയെടുക്കാൻ. എടേ നീ ചാലയിൽ മീൻ വാങ്ങിക്കാൻ പോണല്ല, നല്ലതാണോ ചീഞ്ഞാണോ നോക്കിയെടുക്കാൻ. കേട്ടല്ല, പെണ്ണ് കാണാൻ പോവുകയാണ്, മര്യാദയ്ക്ക് മിണ്ടാതെ കൂടെ വന്നോണം. കേട്ടല്ല. അല്ല നമ്മളെ ഈ പെണ്ണ് കാണാൻ പോയി വലിയ ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ സ്ത്രീധനൊക്കെ ചോദിക്കുന്നത് എങ്ങനെ. എടാ അതൊക്കെ നിന്റെ അച്ഛൻ ചോദിച്ചോളും മക്കളെ. അല്ല എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. ഓക്കെ, ഇപ്പൊ നീ ഉദാഹരണത്തിന് പെണ്ണ് കാണാൻ പോയെന്ന് വയ്ക്കുക. ആണല്ലോ. അതെ. അപ്പോ നിന്റെ മനസ്സിൽ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന്റെ ഇരട്ടിയായിട്ട് വേണം നീ ചോദിക്കാൻ. മനസ്സിലായില്ല. ഉദാഹരണത്തിന് നിനക്ക് മാരുതി 800 വേണമെന്നുണ്ടെങ്കിൽ നീ 800 വേണമെന്ന് പറയരുത്, ഓടി വേണമെന്ന് ചോദിക്കണം. അപ്പൊ അവർ ഓടി പോയി 800 വാങ്ങിച്ചിട്ട്. എടാ നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലേ കുരുവോളെങ്കിലും കിട്ടും. അപ്പൊ എനിക്ക് പെണ്ണിന്റെ അമ്മയെ കെട്ടിച്ചേരാൻ പറയാം. അങ്ങനെയാണെങ്കിൽ പെണ്ണിനേലും കിട്ടുമല്ലോ. മേലാൻ്റെ സംസാരിച്ചു ഈ നെഗറ്റീവിനെ കൊണ്ടുപോകണ്ട. അയ്യോ എന്റെ പിള്ളേരെ നെഗറ്റീവാണ്. നീ വേണമെങ്കിൽ പറഞ്ഞോളാ. എന്റെ പിള്ളേരെ ഞാൻ കൊടുത്തു. മക്കള് പിന്നെ പോകുന്നതിന് മുമ്പ് രണ്ടുപേരുടെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം, ഈ കാര്യം മനസ്സിൽ വെച്ചേക്കണം. നീ പണ കേക്കട്ടെ. അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടുകാർ ഞങ്ങളോട് ചോദിക്കും പയ്യൻ കുടിക്കോ വലിക്കോ എന്നൊക്കെ. പക്ഷെ നിങ്ങൾ എന്ത് ചോദിച്ചാലും പറയുന്ന ഉത്തരത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. കുടിക്കില്ല വലിക്കില്ല എന്ന് തന്നെ പറയണം. വലിക്കുമെന്നെങ്ങാനും ബ്രോക്കർ പറഞ്ഞ് ഞങ്ങൾ വലിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെ പറയരുത്. അവരഥവാ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? പാറയെ പള്ളിയിൽ ധ്യാനത്തിന് പോയി എന്ന് പറയും. എടാ നിന്ന് ദൃശ്യം കളിക്കാതെ വാടാ ഇങ്ങോട്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ തറയിലിരിടാ, തറയിലിരി. ഇത് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണ് ഞാനിവിടെ പാട്ട് പഠിപ്പിക്കുന്നത്. ഗുരുകുല സമ്പ്രദായ വിദ്യാഭ്യാസം എന്നാൽ ഗുരുവിൻ്റെ പാടത്തെ കൊല അടിച്ചുകൊണ്ട് പോയി ആഭാസം നടത്തണമെന്നല്ല. അല്ല, ഗുരുവിൻ്റെ കുലത്തിൽ, അതായത് വീട്ടിൽ വന്ന് അന്തസ്സായിട്ട് ഇവിടെ ഒരു പെൺകുട്ടി ഉള്ളതാണ്, കയ്യും കല്ലൊന്നും കാണിക്കാതെ മിണ്ടാതെ പഠിച്ചിട്ട് പോകണം. ഓക്കെ, മനസ്സിലായ? അപ്പോൾ സംഗീതത്തിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സപ്തസ്വരങ്ങളാണ്. ഓക്കെ, സപ്തസ്വരങ്ങൾ എത്ര എണ്ണം ഉണ്ട്? സപ്തസ്വരങ്ങൾ 80. മോനെ 80 എണ്ണത്തിൽ നമുക്ക് 73 എണ്ണം വേണ്ട, നമുക്ക് ബാക്കിയുള്ളത് മതി. എത്ര എണ്ണം വരും? 73. ഇവിടെ 80 നിന്ന് 73 കുറച്ച് എത്ര വരൂടാ? അയ്യോ മാഷേ, ഞാൻ കണക്കിൽ വീക്കാണ്, എനിക്ക് അത്ര പോലെ. കണക്കൂടെ പൈപ്പിച്ച് തരാടാ.
എടാ 7 സപ്തം എന്ന് പറഞ്ഞാൽ 7 സ്വരങ്ങൾ 7 സ്വരങ്ങളും തഴുകി വരുന്ന ഒരു രാഗം. അത് രാഗത്തിന്റെ കാര്യം. ഇവിടെ നമുക്ക് രാഗം വേണ്ട. ഇവിടെ നമ്മൾ സ്വരങ്ങളാണ് ആദ്യം പഠിക്കാൻ പോകുമ്പോൾ. ആ സ്വരങ്ങൾ നോട്ട് ചെയ്തെടുത്തോ. സദനി സദനി സരിഗമ പദനി നീ ഫീസ് കൊണ്ടുവന്നായിരുന്നു? ഇല്ല. അടുത്ത ക്ലാസ്സിൽ ഫീസും കൊണ്ടേ വരാവൂ. ഓ ഓക്കെ, സ്വരങ്ങൾ നോട്ട് ചെയ്തോ. ശരി മാഷ്. പട്ടി വായി നോക്കല്ലെന്ന് ഞാൻ പറഞ്ഞില്ലടാ. സ്വരങ്ങൾ എഴുതിയിട്. മാമന്റെ കല്യാണം കഴിഞ്ഞാടാ? അത് കഴിഞ്ഞല്ല, കഴിഞ്ഞ മാസം വരുന്നു. അയ്യോ, ലെറ്റർ ഇവിടെ കൊണ്ട് ഇട്ടിരുന്നു കേട്ടാ. ഒരു സദ്യ മിസ്സായി. നിന്റെ മാമന്റെ കഴിഞ്ഞാടാ? കുഴപ്പമില്ല. അപ്പൊ ഇതാണ് സ്വരങ്ങൾ. അപ്പൊ എഴുതിയെടുത്തോണ്ട് പോയി റിഹേഴ്സൽ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ആഴ്ച വന്ന് പാടണം. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? മാഷേ, ഒരു ഡൗട്ടുണ്ട്. ഈ മഴ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏത് രാഗമാണ് പാടേണ്ടത്? മഴ വരാൻ വേണ്ടി രാഗം. ആ. മഴ വരാൻ വേണ്ടി അമൃതവർഷിണി പാടിയ മഴ വരും. ആ അങ്ങനെയാണെങ്കിലേ ഈ മാഷ് പാടുമ്പോഴേ ഈ സ്റ്റേജിലോട്ടെ ഈ മുട്ടയും ചീഞ്ഞ തക്കാളിയൊക്കെ വരാൻ വേണ്ടി ഏത് രാഗം പാടണം? പന്ത് വരാളി രാഗം പാടിയാൽ മുട്ട, തക്കാളി, കല്ല്, ചെരുപ്പ് തടിയും കൊണ്ട് വല്ല കൂലിപ്പണിക്കും പോടാ. നമസ്കാരം. നമസ്കാരം. അല്പം താമസിച്ചു പോയി. കുഴപ്പമില്ല. ഉച്ച കഴിഞ്ഞ് വന്നോണ്ട് 3 ഊണ് ലാഭം. ഊണില്ല, എപ്പോഴേ കഴിഞ്ഞ്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ. ഓ, വീടത്ര പോരാ കേട്ടോ. നമ്മളെ പുകയടിച്ച വീടിനെക്കാട്ടും കൊള്ളാം. നമസ്കാരം. എളിമ. ഞാൻ എന്നാ പിന്നെ എനിക്ക് കൂടെ വാങ്ങിച്ചോ. അച്ഛൻ ഇതൊക്കെ ഒരു ശീലമായിപ്പോയി, അതുകൊണ്ടാണ്. അല്ല, അച്ഛൻ അനുഗ്രഹിച്ചാലും എല്ലാ അനുഗ്രഹം ഉണ്ടാവും. മകളെ പാപ്പലു എന്താ മകളെ ഞടുവാ. എന്ത് നടുവൊന്ന് വെട്ടിപ്പിടിച്ചു. ഒന്ന് നേരെ നിർത്തി. ഇയാത്ത പട്ടി കയ്യാലെ കയറാൻ പോണോ? ഓക്കെ ഓക്കെ, എല്ലാം സോൾവായി. നമുക്ക് ഇവിടെ എവിടെ ഇരിക്കാം. പാല് അത് ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കുകയാണ്. ആരത്? അതാ, അത് നമ്മുടെ ഇവിടുത്തെ 2 ചെറുപ്പക്കാരാണ്. നാട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന. അല്ല, ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല. നമ്മൾ എവിടെ പെണ്ണ് കാണാൻ പോലെ ഇതുപോലെ 2 എണ്ണം കാണും മറ്റേ കല്യാണം മുടക്കാൻ വേണ്ടി. നമ്മുടെ മൈക്ക് സെറ്റൊക്കെ വാടക എടുത്തോണ്ട് വന്നിരിക്കുകയാണ്. ഇതുപോലെ അല്ലേ? ഇവർ നല്ല സൽഗുണ സമ്പന്നന്മാരായ ചെറുപ്പക്കാരാണ്. എല്ലാ സോഷ്യൽ ആക്ടിവിറ്റീസും ഉണ്ട് അവർക്ക്. അവരെ ഗുണങ്ങളെ പറ്റി തന്നെ ഇത്ര നേരം പുലമ്പിക്കൊണ്ടിരുന്നത് ഞാൻ. അങ്ങനെ നിങ്ങളെ ആയിരിക്കും നാളെ അറിയോ? കണ്ണാടിച്ചാ ആ, നെൽസൺ എനിക്കറിയാം. അണ്ണാ നമസ്കാരം. ഒരുമിച്ച് പഠിച്ചതാ നെൽസൺ മാറ്റാ പുള്ളിയുടെ അച്ഛനുമായിട്ട്. നാട്ടില് പെരിയ കൗണ്ടറാണ് പുള്ളിയുടെ അച്ഛൻ. പുള്ളി സ്കിറ്റിൽ നല്ല കൗണ്ടറാണ്. പക്ഷെ ഇപ്പുറത്തിരിക്കുന്ന ആള് അറിയോ? ഈ ഉല്ലാസിലുള്ള പന്തളമല്ലേ? അല്ല, പന്തളത്തുള്ള ഉല്ലാസമാണ്. സോറി, എനിക്ക് അറിഞ്ഞൂടാ. ആളും മാറിപ്പോയി. കാരണം നമ്മളെ പരിചയത്തിലൊരു പേരുണ്ട് ഉല്ലാസിലുള്ള പന്തളം. അറിയോ? അറിഞ്ഞു. അതാണ്. അല്ല, നമ്മൾ പരിചയമില്ലാത്തവരെ നമ്മൾ സംസാരിച്ച് വെറുതെ സമയം കളയണ്ട. നമുക്ക് ഇരിക്കാം. പെണ്ണെ വിളിക്കാൻ പറ. നിന്റെ മൂഡ് ആദ്യം ആ സീറ്റിലൊന്ന് ഉറപ്പിയില്ല. എന്നിട്ട് പെണ്ണിനെ വിളിച്ച. അതെ, അച്ഛൻ നല്ല പരിഷ്കാരിയാണല്ലേ? പരിഷ്കാരിയൊന്നും അതുകൊണ്ടല്ല. ഈ കോട്ടൂര് കഴിഞ്ഞാൽ 10 ചുമയും നല്ല വിറയലും പനിയാണ്. അപ്പൊ യാത്രയൊക്കെ സുഖമായിരുന്നു? യാത്രയൊക്കെ വളരെയധികം സുഖം. എങ്ങനെ സുഖം? 70 ചാല് ചാടി വന്ന ഭയങ്കര സുഖം. ഈ കാട്ടിന്റെ വീടും കൊണ്ട് വെച്ചിട്ട്. അയ്യോ, ബുദ്ധിമുട്ടായ വിവരമില്ലാത്ത പയ്യനാണ്. കാരണം ഇവരൊക്കെ ശരീരമാണെങ്കിൽ ഇന്നേരെ ജോലി ചെയ്തിട്ടില്ല. അതൊക്കെ പണ്ട് ഞാൻ 70 അല്ല 700 ചാല് വേണമെങ്കിൽ ഞാൻ ചാടി കിടങ്ങി. ഇപ്പോഴും അതിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. കറക്റ്റാണ്. ആരോഗ്യത്തിന് ഒരു കുറവില്ല. ഫസ്റ്റ് ചാല് ചാടിയപ്പോൾ തന്നെ മൂക്കും കുത്തി താഴെ വീണ് കാലൊക്കെ മുറിഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ പിള്ളേരെയൊക്കെ പാട്ട് പഠിപ്പിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ സംഗീത സാറാണ്. നിങ്ങൾക്ക് എന്താണ് ജോലി? ഞാൻ ഈ കളയ ബിസിനസ്. എന്തിന്റെ ബിസിനസ്? അതെ, അത് ഞാനല്ലേ പറയേണ്ടത്? എന്നാ അച്ഛൻ പറ. കാശിറക്കുന്നത് ഞാനാണല്ലോ. ബിസിനസ്. എന്തിന്റെ ബിസിനസ്? അത് എസ്കോട്ടിംഗ് ആൻഡ് ഇൻകോട്ടിംഗ്. ഇങ്ങോട്ടിങ് ഒരു വിധത്തിലാണ് കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്നത്. അടിയുന്ന JCBക്ക് തോണ്ടി കളയല്ലേ. എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ്, അതായത് കയറ്റുമതി ഇറക്കുമതി. കയറ്റുമതി ഇറക്കുമതി. എന്തെടുത്തിട്ടാണ് ഈ കയറ്റി ഇറക്കുന്നത്? അത് വേറെ ഒന്നുമില്ല. തെങ്ങിൽ കയറ്റുമതി, അവിടെ നിന്ന് ഒരു കൊല ഇറക്കുമതി. തേങ്ങ കിട്ടാണോ? മോശണം. 1500 തെങ്ങുണ്ട് നമ്മുടെ പറമ്പില്. അപ്പൊ എല്ലാ തെങ്ങിലും നമ്മളെന്തിനാ പുറത്ത് നാളെ വിളിക്കുന്നത്? അതുകൊണ്ട് ഞാൻ തന്നെ കേറും. പക്ഷെ ഇടുന്ന നാളികേരം ഉണ്ടല്ലോ, ഒരു നേരത്തെ ചമ്മന്തി അരയ്ക്കാൻ പോലും തികയത്തില്ല. അയ്യോ, ഈ 1500 തേങ്ങ ഒരു നാളികേരം പോലും ചമ്മന്തി അരയ്ക്കാൻ കിട്ടും. അതെന്താ അങ്ങനെ? ഈ 1500 അതിന്റെ ഓണർ കൊണ്ടുപോകും. വല്ല തെങ്ങിലുമാണ് നിങ്ങൾ കയറി വെട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബിസിനസ് ഇല്ലേ? മോഷണമല്ലേ തൊഴിൽ? എന്താണ് ബ്രോക്കർ ഇത്? അല്ല, ഞാൻ എന്താണ് നിങ്ങളുടെ യഥാർത്ഥ ബിസിനസ്? എന്താണ്? നോട്ട് ദ പോയിന്റ്.
കുഷിനറ്റ്. ക്യാഷ്യൂ നട്ട്. അണ്ടിപ്പരിപ്പ് കച്ചവടം. അണ്ടിപ്പരിപ്പിന്റെ ഒരു business. വരുമാനവും ഇത് ആദ്യമേ പറയണ്ടേ? അണ്ടിപ്പരിപ്പ് നല്ല കച്ചവടമാണ്. എവിടെയാ ഫാക്ടറി? എവിടെയാണ്? കുണ്ടറ അണ്ടി ആഫീസ്. അത് സർക്കാരിന്റെ അല്ലേ? അങ്ങനെയൊന്നും അച്ഛനങ്ങനെ വിഷയമൊന്നുമില്ല. പ്രൈവറ്റിലെ കൊടുക്കുന്നു അങ്ങനെയൊന്നുമില്ല. രാവിലെ ആയെങ്കിലും പറമ്പിൽ ഇറങ്ങി ചെറിയൊരു ചാക്കം കൊണ്ട് ഇറങ്ങും. അവിടെ അണ്ടിപ്പരിപ്പൊക്കെ വലിച്ചു വാരി കിട്ടുകൊണ്ട് നേരെ തലയെ ചുമന്ന് കൊണ്ട് വിൽക്കും. എല്ലാം അവന്റെ സൃഷ്ടിയല്ലേ, മനസ്സിലായി. അവനല്ലേ എല്ലാത്തിനും മുതലാളി. നമ്മളൊക്കെ മോഷ്ടിക്കുന്നു, അതിനെ സിംബോളിക്കായിട്ട് പറഞ്ഞല്ലടാ മോനെ. അതാണ് ഒരുമാതിരി പണ്ട പരിപാടി കാണിച്ചോണ്ടല്ലോ ഈടിച്ച് പണ്ടപ്പുറത്തിക്കളെ കേട്ടടാ നാറി. അല്ല, ഈ മുതലാളി ആയാലുവേ ഈ തൊഴിലാളിയെ പോലെ ജീവിക്കുന്നത് അതെ അത് ശരിയാണ് കേട്ടോ, അത് ശരിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്. ഞാന് മുതലാളിയാണെങ്കിലും തൊഴിലാളി മുതലാളി എന്നുള്ള ഒരു വേർതിരിവ് ഇല്ല. കാലയാത്ര അതാണ് ഞാൻ പറഞ്ഞത്. പണ്ടൊക്കെ ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞാൻ എരന്നിട്ടുണ്ട്. ഇപ്പോഴാ 3 നേരം ഇറക്കുന്നുണ്ട്. ഇല്ല കൊടുക്കുന്നുണ്ട്. അല്ല, 3 നേരം എരന്ന് വരുന്ന ആൾക്കാരില്ല, അവർക്ക് വയറ് നിറച്ച് ഞാൻ കൊടുക്കാറുണ്ട്. പൊട്ടക്കളത്തിലങ്ങനെ താക്കും കേട്ടാ നാറി. എന്നെയല്ലേ കളിയാക്കാൻ? ഞാൻ അച്ഛനെ നോക്കില്ല. നീയല്ലേ കളിയാക്കാൻ? നീയല്ലേ? നീയാ അച്ഛനെ നീ എന്നാ? നമ്മൾ അങ്ങനെയാണ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. ഇവനുണ്ടല്ലോ എന്റെ മോനുണ്ടല്ലോ, അച്ഛന്ന് വിളിച്ച ആ എവിടെ കിടക്കുന്നു, ചായ എവിടെ കിടക്കുന്നു, നമുക്ക് തിരിഞ്ഞെടുക്കാൻ പറ്റൂല. കാരണം അതിന്റെ ഇടയ്ക്ക് ഒരുപാട് വാക്കുകൾ അവൻ ചേർക്കും. അല്ല, ബ്രോക്കർ പറഞ്ഞു ഇവിടെ എന്റെ ഭാര്യ നമ്മളെ നേരത്തെ വിട്ടു പോയതിനു ശേഷം ഞാനാണ് മോളെ പഠിപ്പിച്ചതും വലുതാക്കിയതും. അപ്പൊ ഒരു അച്ഛന്റെ ബുദ്ധിമുട്ട്, അവിടെയും അമ്മ ഇല്ലാതെ മോനെ കൊഞ്ചിച്ച് വളർത്തിയെന്ന് മനസ്സിലായി. അത്രയ്ക്ക് ലാളിച്ചാണ് വളർത്തിയത് അല്ലേ? ചെറുപ്പത്തിലെ ഇവന് അമ്മയില്ലായിരുന്നല്ലോ. അതെ. അതിനുശേഷം ഞാൻ അവനെ ഒരുപാട് കൊഞ്ചിച്ചാണ് വളർത്തിയത്. സത്യം പറയാലോ, യവൻ എന്റെ മകനാണെങ്കിലും സത്യം പറഞ്ഞ എന്റെ മകനല്ല. സത്യം പറ, എന്റെ അച്ഛനാരാണെന്ന് പറ. എന്താടാ എന്റെ അച്ഛനാണെന്ന് പറ. എന്താടാ നിനക്ക്? എനിക്കെല്ലാം അറിയാം. ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആയിരുന്നു എന്റെ അച്ഛൻ. വ്യവസായ പ്രമുഖൻ. അച്ഛന്റെ സ്വത്തുക്കളും കോടിക്കണക്കിനുള്ള രൂപയും കണ്ട് ഇവൻ ഒരു സഹായിയായിട്ട് കൂടി എന്റെ അച്ഛനെ വഞ്ചിക്കാൻ, ചതിക്കാനായി. എന്നിട്ട് ഇവന്റെ ശ്രദ്ധ എന്റെ അച്ഛന്റെ സ്വത്തിൽ മാത്രമായിരുന്നില്ല, എന്റെ സുന്ദരിയായ അമ്മയുടെ പുറത്തുമായിരുന്നു. ഇവൻ ആഗ്രഹിച്ചു, മോഹിച്ചു, പല കാര്യങ്ങൾ പറഞ്ഞ് പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മ വഴങ്ങിയില്ല. അതുകൊണ്ട് ഇവനൊരു കാര്യം ചെയ്തു, നൈസിന് ഒരു കാറപകടം വരുത്തി തീർത്തു. നീ മെനഞ്ഞെടുത്തു. ആ കാറപകടത്തിൽ എന്റെ അച്ഛൻ മരിച്ചു. ദാരുണമായ അന്ത്യം. എന്നിട്ട് എന്റെ അമ്മയെ നീ സ്വന്തമാക്കിയതിനു ശേഷം ആ സ്വത്തുക്കളുടെ കാര്യത്തിന് വേണ്ടി നീ അമ്മയുമായി മൽപ്പിടുത്തം നടത്തി. അർദ്ധരാത്രി ആരും പറയാതെ എന്റെ അമ്മയെ നീ ചവിട്ടിക്കൊന്നില്ലേ? സത്യം പറ, എന്റെ അച്ഛനെ നീ കൊന്നില്ല. വെളുക്കുന്നവരെ കണ്ട തെലുങ്ക് സിനിമയും കണ്ടിട്ട് അതിന്റെ കഥയും പറഞ്ഞ് എന്റെ മണ്ട കയറാൻ വരുന്നതാണ്. എടാ കിഴങ്ങേ, ഞാൻ പറഞ്ഞ മനസ്സിലായി. എന്താന്ന് പറഞ്ഞ നിനക്ക് മനസ്സിലായ? നീ എന്റെ മകനാണ്, നിന്റെ തള്ളയുടെ സ്വഭാവം നിനക്ക് കിട്ടിയെന്നാണ് മനസ്സിലായത്. പറഞ്ഞു മനസ്സിലായടാ? എന്തോന്ന് ചെറുക്കണ കിഴങ്ങായി. എങ്ങോട്ട് വേണം? ഇന്നലെ രാത്രി ഏത് സിനിമയുടെ കണ്ടത്? ചപ്പണ്ടി സൂര്യ, ലേതണ്ടി ഇന്ത്യ. എന്ന് വെച്ചോ, എന്റെ പേര് സൂര്യ, എന്റെ നാട് ഇന്ത്യ. ഇന്ത്യ നീ കാണും. അല്ലു അർജുൻ, എന്റെ പൊന്നു കുല്ലു അർജുൻ അവിടെ ഇരിയടാ. ഈ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാം. ചിങ്ങ ഒന്നിനെ തന്നെ നമുക്ക് എടുപിടിയുന്ന ഈ കാര്യം അങ്ങ് നടത്താം. എത്രയും പെട്ടെന്ന് നടത്തി അത്രയും നല്ലത്. ഞാൻ ബ്രോക്കറിന്റെ വിളിച്ചപ്പോഴേ പറഞ്ഞു ചിങ്ങ 1 മറക്കരുത്. ചിങ്ങ 1 തന്നെ നടത്തണം. അപ്പം നമുക്ക് ആ ചടങ്ങ് അങ്ങോട്ട് നടത്താം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം, പെണ്ണ് മിണ്ടൂല. മൗനവ്രതം നല്ല ചെറുക്കനെ കിട്ടാൻ വേണ്ടി ഇന്ന് വ്രതം എടുത്തേക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഇന്ന് വ്രതം എടുത്തു, പക്ഷെ കെട്ടിക്കഴിഞ്ഞ ഡെയിലി വ്രതം ഒന്ന് പറയല്ലേ. അതൊക്കെ ഞാനങ്ങ് മാനേജ് ചെയ്യൂലേ. ഇല്ലല്ല, അങ്ങനെ നീ എന്തിനു മാനേജ് ചെയ്യണേ? ഒരു രസം സെപ്പറേറ്റ് ആയി മാറേണ്ടിയിരിക്കുന്നു. ഓ, ഞാൻ അങ്ങ് ഒഴിഞ്ഞു തരാം. അതാണ് നിനക്ക് നല്ലത്. അപ്പൊ നമുക്ക് ആ ചടങ്ങ് അങ്ങ് നടത്താം. അതാണ് മോള്. എവിടെ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. എനിക്ക് പകുതിയെ കാണാൻ പറ്റുന്നുള്ളൂ. എന്റെ പെടലി ഉളുക്കും. കല്യാണം കഴിച്ചിട്ട് എന്തൊരു ഭാഗ്യം. ഇതാണ് മോള്. പേരെന്തോന്ന്? അശ്വതി. നാളല്ലേ ചോദിച്ചത് പേര്? പേര് നാളെ ഒന്ന് തന്നെ, അശ്വതി. ഓഹോ, അല്ല, ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. മോളൊന്നും മറുപടി പറയൂലെങ്കിലും. എവിടെ പോണേ? മുതിർന്നവർ ഇവിടെ നിൽപ്പുണ്ടല്ലോ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഇവിടെ നില്ല് കേട്ടോ. വീട്ടിൽ കണ്ടത് പോലെയല്ല നീ ഇവിടെ വന്നപ്പോ മറ്റും പാപം മാറുന്നുണ്ട് കേട്ടോ. നൈസ് വാഗൻ അവിടെ ഇരുന്നു. അല്ല, അച്ഛൻ സംസാരിക്കട്ടെ, അച്ഛൻ സംസാരിക്കട്ടെ.
മൗനവ്രതത്തിലാണെന്നറിയാം, എന്നാലും ചോദിക്കുക, പോരുന്നോ കൂടെ? ഒന്നാം തീയതി നടത്തണം നമുക്ക്, വേറെ മാറ്റമില്ല. ഓക്കെ, വരുന്നു കേട്ടോ, നമുക്ക് കാണാം. സംസാരിച്ച് എങ്ങനെയുണ്ട് ചാ? സംസാരിച്ചടാ, ഓക്കെ ആണോ? അവൾക്ക് പരിപൂർണ സമ്മതം. എന്നാ പിന്നെ ഞാനും കൂടെ സംസാരിച്ചാലോ? നീ സംസാരിക്കണ? ഓ ചെറുത് അതൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഒന്നാം തീയതി തന്നെ നടത്തണം. കേട്ടോ, എന്നാ പോയി. വേറെ ഒന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ വേറെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടാ. നന്നായി വരും. അല്ല, മോനെ സംസാരിക്കണം. പോട്ടോ മക്കളെ, എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. മോൻ്റെ അനുഗ്രഹം വേണം. ഒന്നാം തീയതി നടത്താം നമുക്ക്, ഓക്കെ ആണെങ്കിൽ. ഓ, ഇത്രയായ സ്ഥിതിക്ക് ചോദിക്കുന്നു. ആണോ പ്ലീസ് ഒന്നാണോ? ആദ്യമായിട്ടാണ് അറിയിക്കുന്നത്, വേറെ ഒന്നും തോന്നില്ല. ഇത്രയായ സ്ഥിതിക്കൊന്നും ചോദിക്കുന്നത് ശരിയല്ലെന്ന് അറിയാം, എന്നാലും എന്നെ ഇഷ്ടമാണോ എന്ന് മൗനം സമ്മതമായി എടുത്തോട്ടെ. മക്കളെ, എന്താ ആട്ടം കാണാൻ ഇവിടെ ഒരു പുല്ലനും ഇല്ല. ചെല്ലടാ അങ്ങോട്ട്, ചെല്ല്. അനുഗ്രഹം കാലവി അനുഗ്രഹം വാങ്ങിയടാ. ഇപ്പോഴത്തെ ഓരോ ആചാരങ്ങൾ, ഒരു പെണ്ണിനെ കെട്ടണമെങ്കിൽ ചെറുക്കൻ അനുഗ്രഹം മേടിക്കണം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി മുതൽ അതാണ് നിന്റെ അമ്മ. നല്ല രീതിയിൽ അനുഗ്രഹം വാങ്ങിയടാ. ചെറുക്കൻ വാങ്ങിയടാ. അമ്മയുടെ അനുഗ്രഹം വാങ്ങിയടാ. നീ അല്ല അമ്മ വേണം, അമ്മ വേണമെന്ന് പറഞ്ഞത്. നല്ല സുന്ദരി കുടുക്ക അമ്മ ഇല്ലടാ തന്നെ വെച്ചേ. അല്ലേ, നല്ല പൊട്ടുപോലെ ഇരിക്കണം അമ്മ. എടാ കൊരങ്ങൾ, എടാ മൂന്നാം മുറയുള്ള കമലാസക്കാരൻ എന്താന്ന് വെച്ചാൽ പറയടാ അങ്ങോട്ട്. അല്ല, എന്നെ കുരങ്ങ് കളിപ്പിക്കായിരുന്നല്ലേ? അത് പ്രത്യേകിച്ച് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. മര്യാദക്ക് ഞാൻ മ്യൂസിയത്തിൽ കുരങ്ങനെ കാണാൻ പോകുന്നത് തന്നെ വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടിരുത്തി നിങ്ങളെ പെണ്ണാണ് തണങ്ങിനായിരുന്നല്ലേ? പിന്നെ നിനക്കെന്ന് വിചാരിച്ച അയ്യാ, ഇത്ര നേരം ഇവിടെ പെണ്ണിനെ വിളി പെണ്ണിനെ. അപ്പൊ ഈ ചെറുക്കനായിട്ട് ജീവിക്കാറുന്നല്ലടാ കിഴങ്ങ. അങ്ങനെ നടക്കൂലടാ. എന്റെ പ്രായപൂർത്തിയായി ഞാൻ നിൽക്കുമ്പോ ഈ 70 വയസ്സായ കളവനെ കേട്ട ഞാൻ സമ്മതിക്കും. ഞാൻ ഷഷ്ടി പൂർത്തിയായിട്ട് നിൽക്കുകയില്ലേ? പൂർത്തിയായി ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ മോളെ പ്രായമില്ല കളവാത്. അതുകൊണ്ടല്ലേടാ നിനക്ക് ചെറിയ മാറ്റമെങ്കിലും നിനക്ക് വിളിച്ചുകൂടി മോളെ പ്രായമാകുമ്പോൾ. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇത് ഞാൻ സമ്മതിക്കില്ല. മക്കളെ കേട്ട സമ്മതിക്കില്ല. മക്കളെ കേട്ട സമ്മതിക്കില്ല. പാപ്പുലു, ഓ കുട്ടപ്പാ, എന്ത് ഇങ്ങോട്ട് നോക്ക്. അച്ഛന്റെ മന്ദിരം തൊട്ട് നോക്ക്. എന്നുവെച്ചാ നിനക്കൊരു അമ്മ വാങ്ങിച്ചത് ഭയങ്കര തെറ്റായി പോയില്ലടാ. നിങ്ങൾക്കൊരു മരുമോളെ ഞാൻ വാങ്ങിച്ചു തരാം. മരുമോളെ തരാം. ആ അമ്മയുടെ അനുഗ്രഹം കൂടെ കിട്ടിയിട്ട് നിനക്ക് നല്ലൊരു മരുമോളെ ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ഇപ്പം വേണ്ട. സമ്മതിക്കില്ല. ബ്രോക്കറെ ഇങ്ങ് വാ. എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, ഇത് തന്തയ്ക്കാണോ മോനാണോ പെണ്ണിനെ കാണിക്കാൻ വേണ്ടി? നിനക്ക് എത്ര നാണോണ്ടാ? എന്റെ മോള് ഇവിടെ കൊച്ചിനെ നോക്കടാ, മുഖത്ത് നോക്കടാ. ഈ മുതുക്ക് കെണ്ടൊക്കെയാടാ കെട്ടിച്ചു കൊടുക്കുക, കിളവനാടാ കെട്ടിച്ചു കൊടുക്കുക. ഹലോ, ഞാൻ യോഗ പരിശീലനം. യോഗ നിന്റെ യോഗ ഞാൻ ഇന്ന് നിർത്തും. നിനക്ക് ആ യോഗം ഇല്ല ഇനി. നല്ല പവറാണെന്ന് അയാളെ യോഗം ഇത്. നിനക്ക് അവളെ കെട്ടാൻ പറ്റൂ? എനിക്ക് ഞാൻ കെട്ടാം. നിനക്ക് കെട്ടാൻ പറ്റും. ഒന്നാം തീയതി നടത്താം. ഇതിനെന്തായാലും കൊടുക്കാൻ പറ്റൂല. ഈ പരിപാടി ഈ വീട്ടിൽ നടക്കൂല. നിങ്ങളുടെ അവിടെയൊക്കെ അച്ഛനും മോനും ഫ്രണ്ട്സ് ആയിരിക്കും, ഇവിടെ അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞോട് മാമ, കേട്ടല്ല? ഞാൻ തന്നെ കെട്ടും ആ പെണ്ണിനെ. നീ ഞൊട്ടും, ഞാൻ നിങ്ങളെ വെട്ടും. എന്നെ വെറുതെ നീ പെരുന്തച്ഛനാക്കരുത്. ഇത് പെരുന്തച്ഛനല്ല, പെരുത്തച്ഛനാണ്. പെരുത്തച്ഛൻ. മക്കളെ, നീ ഒന്ന് ആലോചിച്ച് നോക്കടാ. നിന്റെ തള്ള മരിച്ചിട്ട് എത്ര കാലമായി? എനിക്കില്ലടാ വികാരം വിചാരമൊക്കെ. നിങ്ങളെ വികാരം ഞാൻ തീർത്തു തരാം. എന്നാ നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഇങ്ങോട്ട് വാ. അച്ഛന്റെ ആഗ്രഹം സാധിച്ചിരുന്ന എന്റെ പുന്നാരം മക്കളെ. ഞാൻ പെണ്ണിട്ട് തയ്യാറാണ്. നീ കെട്ടെന്ന് തയ്യാറാണ്. അച്ഛനെ ധിക്കരിക്കരുത്. നിന്നെ ഞാൻ കൊല്ലും. ഉണ്ടാകുന്നു ഇവിടെ ഞാൻ തീരുമാനിക്കും. നടത്തിക്കോ? ഒന്നാം തീയതി ആണെങ്കിൽ ഈ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കും. ഒന്നാം തീയതി കെട്ടാൻ പറ്റുമെങ്കിൽ കെട്ടിക്കോ, ഇല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും പെണ്ണില്ല. നിങ്ങൾ ഈ ഒന്നൊന്നും കിടന്ന് പിടിച്ചോണ്ടിരിക്കുക. എത്ര പെട്ടെന്ന് കല്യാണം ആ കളവൻ നശിപ്പിക്കുന്നു. ഈ ഒന്നാം തീയതി നടന്ന് പിടിക്കണതിന്റെ കാര്യം തോന്നുന്നു. ഇവിടെ ഒന്നാം തീയതി എവളെ കെട്ടിച്ച് വിട്ടിട്ട് വേണം എനിക്കൊന്ന് കെട്ടാൻ. നിനക്ക് സന്തോഷമായ? ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞോട്ടാ. നിങ്ങൾ അനിയൻ ഇതുപോലത്തെ വേറെ പെണ്ണുങ്ങളുണ്ട്, +2 പഠിക്കുന്നായാലും മതി. ആ രാധാമണി മ്യൂസിക് കിട്ടോ?
ബിബി